So hi friends, Big Boss Season 6 മറ്റൊരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. സാറ്റർഡേ എപ്പിസോഡ്. നെക്സ്റ്റ് ടീമിനാണ് ഏറ്റവും നല്ല അവാർഡ് കൊടുത്തത്. അതൊരു എന്താ പറയുക, നമ്മുടെ ചെറിയൊരു കൂപ്പണൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണഭൂമിയുടെ റിവ്യൂ നടത്തി. രണഭൂമിയിൽ ഗബ്രി മഞ്ഞ ബോംബൊക്കെ എറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഒരു പ്രോഗ്രാമിൽ നോറയ്ക്കൊരു ചെറിയൊരു അപ്രീസിയേഷൻ അവിടെ കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടൊരു മെൻ്റൽ ഗെയിമായിരുന്നു. മെൻ്റൽ ഗെയിമിൽ നമ്മുടെ സുഗണൻ്റെയും ഒക്കെ കഥ പറഞ്ഞ ഒരു ഗെയിമായിരുന്നു. അതായത് നമ്മൾ ഓരോ കഥകൾ മാറി മാറി പറയുമ്പോൾ കഥകൾ മാറിപ്പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് അവിടെ അവസാനിച്ചു. ആൻഡ് മെയിനായിട്ട് നമ്മുടെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു. അവിടെ എവിക്ഷനിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരാണ് എഴുന്നേറ്റത്. പെയറായിട്ടുള്ള ആളുകൾ, അതായത് ഇതിനകത്ത് പെയറെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജബ്രി ടീം പെയറായിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ അൻസിബയും ഋഷിയും അങ്ങനെ പെയറായിട്ടല്ല, സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് അൻസിബ പറഞ്ഞത്. അപ്പം ഇവർ 4 പേരെയും വിളിച്ചു വരുത്തി. ഇവരിൽ ഒരാൾ എവിക്റ്റഡ് ആകും എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അറിയാമായിരുന്നു ഗബ്രി തന്നെയാണെന്നുള്ള കാര്യം. അവിടെ ഇവർ രണ്ടുപേരും സേഫായി നമ്മുടെ അൻസിബയും നമ്മുടെ ഋഷിയും സേഫായി. പിന്നീട് അവശേഷിക്കുന്ന ഈ 2 ആളുകളാണ്. അതിനകത്ത് ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ പേര് നമ്മൾ നോക്കുവാണെങ്കിൽ, വൈ ഗബ്രി എന്നുള്ള പേര് നോക്കുവാണെങ്കിൽ, ഗബ്രി ഒരു നല്ല പ്ലെയറാണ്, നോ ഡൗട്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈസ് ആൻ എക്സലൻറ്റ് പ്ലെയർ. ഗബ്രി നല്ല പ്ലെയറാണ്. ഗബ്രിക്ക് കുറേ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും, ലാംഗ്വേജ് ആയിക്കോട്ടെ, തർക്കിക്കാനും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും ഉള്ള കഴിവുണ്ട്. പക്ഷേ അയാൾ കാണിച്ചൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ കുരുങ്ങിപ്പോയി ആ ഒരു ലവ് സ്ട്രാറ്റജിയിൽ. ആ ലവ് സ്ട്രാറ്റജി കുരുങ്ങിപ്പോയെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവർ വെറുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെ ഒരു ഡയലോഗ് വിട്ടായിരുന്നു ഗബ്രി, സിജോ നീ പറഞ്ഞ പോലെ ആയി എന്നുള്ള കാര്യങ്ങൾ. എവിക്ഷൻ്റെ ആ ഒരു സമയത്ത് ലാലേട്ട കൂടെ നിന്നപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നിൽക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ഇത്ര നാൾ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളല്ല, കുറേ നാൾ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവരുടെ അബദ്ധം കാരണം രക്ഷപ്പെട്ടു. ആൻഡ് നമ്മുടെ പവർ ടീം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് നിന്നു. സോ നമ്മൾ പുറത്തിറങ്ങി ഒരു ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബാഡ്ജിങ്ങോ ഒരു തരത്തിലുള്ള ഒരു സെക്യൂരിറ്റീസോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ജനവിധി തേടണം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ വിധി എഴുതി ഗബ്രി വേണ്ട എന്നുള്ളത്. ഇപ്പം ഈ ഒരു എവിക്ഷനിൽ ഗബ്രി ഔട്ട് ആവാനുള്ള ഒരു റീസൺ ജാസ്മിൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ജാസ്മിനുമായിട്ടുള്ള ആ ഒരു കോംബോ ആണ് അവിടെ തകർന്നത്. ആ ഒരു കോംബോ ശരിയായിരുന്നില്ല എന്ന് അവന് പല ഹിൻറ്റുകളും കിട്ടി. നമ്മുടെ സായി വന്നപ്പോൾ ഒരു ഹിൻറ്റ് കൊടുത്തു, പിന്നെ നമ്മുടെ നമ്മുടെ റസ്മിൻ ഭായി വന്നപ്പോഴും ഹിൻറ്റ് കൊടുത്തു, സിജോ ഒക്കെ കുറച്ചൊക്കെ ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. സോ ഇത്രയും ഹിൻറ്റുകൾ കിട്ടിയിട്ടും അവൻ അതേ തന്നെ പിടിച്ചു തൂങ്ങി എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് എനിക്കൊന്ന് ഒരു 4-5 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കുറച്ച് ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലും അവൻ ഫേവറിസം ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത് ജാസ്മിനായിരുന്നു. ഇവിടെ ജാസ്മിൻ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന് അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ കളിക്കും എന്നും അവൻ അറിയാമായിരുന്നു. പക്ഷേ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു BB മെറ്റീരിയലായിട്ട് വേണമെങ്കിൽ കരുതാവുന്ന ഒരു വ്യക്തി സ്വയം കുഴി തോണ്ടി എന്ന് തന്നെ പറയാം. ആ കുഴി തോണ്ടിയത് ജാസ്മിനും കൂടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. 2 ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ്റെ വിഷമമൊക്കെ മാറും. പക്ഷേ ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ എവിക്റ്റഡ് ആവുമോ? കാരണം പെട്ടിയും സാമാനമൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ. സോ ആ പെട്ടിയൊക്കെ എടുക്കണമെങ്കിൽ അകത്ത് വരണം. പിന്നെ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ, പിന്നെ ഇവർക്കൊരു ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് എല്ലാം കൊടുക്കാറില്ല. ദൈവം ഇനി അടുത്ത ദിവസം ഞായറാഴ്ച എവിക്റ്റഡ് അല്ല, ഇത് ഈ പറഞ്ഞ പോലെ തമാശയ്ക്കാണെന്നൊക്കെ പറയുമോ എന്നറിയില്ല. പക്ഷേ ഒരു 99% വരെ എവിക്റ്റഡ് ആയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ പോയി. ഇനി നാളെ അടുത്ത എവിക്ഷൻ പ്രക്രിയ തുടരും എന്നും പറയുന്നുണ്ട്. സോ ഗബ്രി പോയതെങ്കിൽ അത് ഗബ്രിയുടെ കാരണത്താലാണ്. നല്ലൊരു പ്ലെയറിനെ തന്നെ നഷ്ടപ്പെട്ടൊരു സംശയമില്ല. വെറുപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ നാട്ടുകാരെ മൊത്തം അവൻ വെറുപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ എവിടേക്കോ അവന് ടാലൻ്റ് ഉണ്ട്, അവന് കണ്ടൻറ് ഉണ്ട്, അവന് സ്കില്ലുണ്ട്, അവന് സ്റ്റഫ് ഉണ്ടെന്ന് അവൻ തന്നെ തെളിയിച്ച പല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലും നമ്മൾ വെറുപ്പിച്ചത് കൊണ്ട് തന്നെ ആളുകൾക്ക് വോട്ട്, ഇവിടെയാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രാധാന്യം. കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ തോക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള മായമോ ഒരു തരത്തിലുള്ള കള്ളത്തരമോ കാണിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു എക്സാമ്പിൾ, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നെയായിരുന്നു ഗബ്രിയുടെ എവിക്ഷൻ പ്രക്രിയ എന്നുള്ളത്. ബാക്കി നോർമലി തന്നെ നമ്മൾ അത് കാണാൻ തന്നെയാണ് ഇത്രനാളും കാത്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന രസകരമായിട്ടുള്ള കുറച്ച് മെൻ്റൽ കഥകളും കാര്യങ്ങളൊക്കെ രസകരമായി കൊണ്ടുപോയെന്ന് മാത്രം. വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. കാരണം ഈ 1.5 മണിക്കൂർ അല്ലേ, അതായത് 9 മുതൽ 10 വരെയുള്ള ഹോട്ട്സ്റ്റാറിലെ 1.5 മണിക്കൂർ നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വരണം. ഓർമ്മയിലൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ കരച്ചിലും വിഷമവും ബഹളം തന്നെയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിനെ, നീ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നീ വീട്ടിലോട്ട് അല്ലെങ്കിൽ നാട്ടിലോട്ട് തന്നെയല്ലേ തിരിച്ചു പോകേണ്ടത് എന്ന് മനസ്സിലാകത്തില്ല. ഗെയിമിൻ്റെ രീതിയിൽ കണ്ട് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ
പ്രണയവും കടന്ന് വേറെ പല മേഖലകളും കടന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന്, ഞാൻ എൻ്റെ കുടുംബത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഇപ്പോഴും പ്രസക്തമാണ്. എന്തായാലും ഗബ്രി എവിക്റ്റഡ് ആണ് എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുകയാണ്. സോ അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് അടുത്ത റിവ്യൂ ആൻഡ് അടുത്ത അപ്ഡേറ്റിലേക്ക് ഉറപ്പായിട്ടും പോകാം. കാരണം സൺഡേ അടുത്ത എവിക്ഷനും അടുത്ത ഗെയിംസുമായിട്ട് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഏഷ്യാനെറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊമോ ഉറപ്പായിട്ടും നമ്മൾ കാണാം. അതിനകത്ത് എന്തെങ്കിലും പുതിയ ഹിൻറ്റുകൾ വരാതിരിക്കില്ല. എന്തായാലും സീക്രട്ട് റൂമിലേക്കല്ല ഗബ്രി പോയത് എന്ന് തീരുമാനമായി, എവിക്റ്റഡായി എന്നുള്ളത് തന്നെയാണ് സത്യം. സോ എന്തായാലും കാത്തിരിക്കാം അടുത്ത റിവ്യൂ, അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയി. സോ ബൈ.